ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ യേശു വന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പത്രോസ് പറയും. പത്രോസിന്റെ കൂടെയുള്ളവരും പറയും. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, അങ്ങനെ ഒരുപിടി ചിന്താഭാരങ്ങളാൽ അവര് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് യേശു ആ പടകിലേക്ക് കാലെടുത്ത് വെച്ച് വന്നത്. പലപ്പോഴും അങ്ങനെയാണ്. നാം തകർന്നും തളർന്നും നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണാതെ എന്തു വേണ്ടു എന്ന് ഓർത്തിരിക്കുമ്പോഴായിരിക്കാം പലപ്പോഴും ജീവനുള്ള ദൈവത്തിന്റെ ഇടപെടൽ. കാരണം മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും അസ്തമിക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന കാര്യം പലപ്പോഴും നീട്ടാറ്. മറ്റേ മനുഷ്യൻ പ്രവർത്തിക്കുന്നു, എന്റെ കഴിവ്, എന്റെ സാമർഥ്യം ഇല്ല, ഇനി ആത്മീയമായി പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ സമർപ്പണം, എന്റെ ഉപവാസവും പ്രാർത്ഥനയും, അതുകൊണ്ടൊക്കെ കാര്യം നടന്നു എന്ന് പറഞ്ഞ് സ്വയമേവ മഹത്വം എടുക്കാൻ ദൈവം അനുവദിക്കാറില്ല. നമ്മുടേതെല്ലാം താഴെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടെന്നാണോ? തീർച്ചയായും പ്രാർത്ഥിക്കണം. ഉപവസിക്കേണ്ടെന്നാണോ? തീർച്ചയായും വചനപ്രകാരം ഉപവസിക്കണം. ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ചെയ്തു തരുന്നത് ജീവനുള്ള ദൈവമാണ്. ദൈവത്തിന് വചനം പറയുന്നു, സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാലത്രേ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കൂട്ടായ്മ ജീവിതത്തിലും ദൈവവേലയോടുള്ള ബന്ധത്തിലും എല്ലാ മേഖലകളിലും വെളിപ്പെട്ടു വരാൻ ഇടയായാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം.